ഹലോ ഗൈസ്, അപ്പൊ നന്ദുട്ടന്റെ പിറന്നാൾ ദിവസത്തെ ഒരു വ്ളോഗാണ് കേട്ടോ അത്. അപ്പൊ രാവിലെ തന്നെ നന്ദുട്ടനും കൂട്ടിയിട്ട് നമ്മൾ അമ്പലത്തിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. തോന്നിയകാവിലേക്കാണ് കേട്ടോ പോയത്. നമ്മുടെ പെരുങ്ങോട്ടുകരയിലുള്ള അവണയങ്ങാട് അമ്പലത്തിന്റെ കുറച്ചടുത്താണ് കേട്ടോ ഈ അമ്പലം ഉള്ളത്. അങ്ങനെ ഉണ്ണിയുടെ നാളിൽ നമ്മൾ പുഷ്പാഞ്ജലിയൊക്കെ കഴിച്ച് അമ്പലത്തിന് പുറത്തേക്ക് കടന്നു കേട്ടോ. ഉണ്ണി ഇങ്ങനെ ഒറ്റയ്ക്ക് നടക്കാറായിട്ടൊന്നുമില്ല. നമ്മൾ ഇതേപോലെ കൈയൊക്കെ പിടിച്ച് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആള് കുറച്ച് ദൂരമൊക്കെ നടക്കും. ഒറ്റയ്ക്ക് എഴുന്നേറ്റ് നിൽക്കാനൊക്കെ ആൾ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. അന്ന് അമ്പലത്തിൽ എന്തോ പരിപാടി ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ അന്നദാനത്തിനുള്ള ഭക്ഷണമൊക്കെ തയ്യാറാക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു 10 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ വീട്ടിലെത്തിയപ്പോൾ ഫോട്ടോഗ്രാഫർ വന്നിട്ടുണ്ടായിരുന്നു ഉണ്ണിയുടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട്. അങ്ങനെ ഫോട്ടോഷൂട്ട് കഴിഞ്ഞ് ഫോട്ടോഗ്രാഫർ പോയിട്ടാ. പിന്നെ നമുക്കതേ ഉണ്ണിക്കുള്ള ഗിഫ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഓപ്പൺ ചെയ്ത് നോക്കി. പിന്നെ ബർത്ത്ഡേ ഡെക്കറേഷനുള്ള കാര്യങ്ങളായിരുന്നു കേട്ടോ. അപ്പം ഞാനും പിള്ളേരും കൂടിയിട്ടാണ് അതൊക്കെ ചെയ്തത്. ബലൂൺസൊക്കെ വീർപ്പിച്ച് തന്നത് പിള്ളേരായിരുന്നു കേട്ടോ. പിന്നെ പിറന്നാൾ ദിവസം നന്ദുട്ടൻ ചെറിയ രീതിയിലൊക്കെ അലമ്പായിരുന്നു. ബർത്ത്ഡേ ഫംഗ്ഷൻ നമ്മൾ അറേഞ്ച് ചെയ്തിരുന്നത് നൈറ്റ് ആയിരുന്നു. ഒരു ചെറിയ രീതിയിലുള്ള ഫംഗ്ഷൻ ആയിരുന്നു. നമ്മൾ പറ്റുന്ന പോലെ ചെറിയ രീതിയിലൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഉണ്ണിയുടെ ഫോട്ടോ പ്രിന്റ് ചെയ്തിട്ടുള്ള കേക്ക് നമ്മുടെ വീടിന്റെ അടുത്തുള്ള ഒരു ഇത്ത് ഉണ്ടാക്കി തന്നതാണ് കേട്ടോ. അപ്പം നമ്മൾ പറഞ്ഞ മോഡൽ തന്നെ ചെയ്തു തന്നു. കൂടെ കപ്പ് കേക്കും സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ രാവിലെ എടുത്ത് ഉണ്ണിയുടെ ഫോട്ടോ ലേസർ പ്രിന്റ് ചെയ്തിട്ട് നമ്മുടെ ഫോട്ടോഗ്രാഫർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ചുമരിലൊക്കെ ഒട്ടിച്ചുട്ടാ. പിന്നെ നന്ദുവിന്റെ കൂടെ നിന്ന് കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ ആയിരുന്നു. ഇത് നമ്മുടെ ചേച്ചി വാങ്ങിക്കൊണ്ട് വന്ന കേക്ക് ആയിരുന്നു കേട്ടോ. അപ്പൊ അതിലും നല്ല രീതിയിൽ ഡിസൈൻ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. വീണ്ടും ഫോട്ടോ സെക്ഷനിലേക്ക് കടന്നു കേട്ടോ. അപ്പൊ അമ്മ സൈഡിൽ നിന്നിട്ട് നന്ദുട്ടനെ ചിരിപ്പിക്കുന്നുണ്ട്. പിന്നെ അച്ഛൻ്റെ അമ്മയുടെ കൂടെ നിന്നിട്ട് കുറച്ച് ഫോട്ടോസ് എടുത്തു കേട്ടോ. വീണ്ടും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നമ്മുടെ ബർത്ത്ഡേ ബോയ് വന്നുട്ടോ. അപ്പോൾ ഒരു മാസ് വരവായിരുന്നു. പക്ഷെ പോപ്പർ ചതിച്ചു ഗൈസ്, പൊട്ടിയില്ല. വീണ്ടും തിരിച്ച് പൊട്ടിക്കാനുള്ള ഒരു തന്ത്രപ്പാടാണ് കാണുന്നത്. കാര്യമില്ല ഗൈസ്, മിഷൻ വീണ്ടും ഫെയിലായി. അല്ലെങ്കിലും എവിടെയെങ്കിലും പരിപാടി അവതരിപ്പിച്ച് എങ്ങനെ തന്നെയാണ് അവസ്ഥ. അവസാനം എന്തും വരട്ടെ എന്ന് വിചാരിച്ച് നമ്മൾ ലാസ്റ്റ് അടവെടുത്തു. ഇതന്നെ മോൾ ഭാഗം പൊട്ടിച്ചിങ്ങനെ കുടഞ്ഞു. പിന്നെ വണ്ടിയിൽ ഇരുന്നിട്ടുള്ള കുറച്ച് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ മെയിൻ പരിപാടിയിലേക്ക് കടന്നു കേട്ടോ. കേക്ക് കട്ടിങ് ആയിരുന്നു. പിന്നെ ഞാൻ എല്ലാവരും പരിചയപ്പെടുത്താം കേട്ടോ. അപ്പം എൻ്റെ റൈറ്റ് സൈഡ് നിൽക്കുന്നത് എൻ്റെ അച്ഛനും അമ്മയും ചേട്ടനും വൈഫും പിന്നെ അനിയത്തിയുടെ ഹസ്ബൻഡും ഉണ്ട് കേട്ടോ. പിന്നെ എൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ളതാണ് ചേട്ടൻ്റെ അച്ഛനും അമ്മയും പെങ്ങളും പിള്ളേരും കേട്ടോ. അങ്ങനെ നമ്മുടെ കേക്ക് കട്ടിങ് കഴിഞ്ഞു കേട്ടോ. അപ്പം നന്ദൂട്ടൻ ഭയങ്കര ആകാംക്ഷയിലാണ് നിന്നിരുന്നത്. ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ ആളുണ്ടായിരുന്നത്. പിന്നെ ഓരോരുത്തരായിട്ട് ഉണ്ണിക്ക് കേക്ക് കൊടുക്കുന്നതാണ് കാണുന്നത് കേട്ടോ. ഇത് ചേട്ടന്റെ പെങ്ങളും പിള്ളേരാണ് കേട്ടോ. അപ്പൊ പിള്ളേരെ പേര് ദൈവത് ദേവസേന. നമ്മൾ വീട്ടില് തുണ്ടു ദേവു എന്നാണ് വിളിക്കുന്നത്. അപ്പൊ നമ്മൾ ഇനിയുള്ള വീഡിയോസിലൊക്കെ ഇവരൊക്കെ ഉണ്ടാവും കേട്ടോ. പിന്നെ ഈ വൈറ്റ് ഡ്രസ്സ് ഇട്ടത് നമ്മുടെ ഒരു മേമയാണ്. മേമയുടെ മോനും മരുമകളാണ് കേട്ടോ കൂടെ ഉള്ളത്. ഇതെന്റെ അനിയത്തിയുടെ ഹസ്ബൻഡും ആണ് കേട്ടോ. അപ്പൊ അനിയത്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ പാപ്പന്റെ മോളാണ്. പിന്നെ ഇത് നമ്മുടെ വലിയമ്മയുടെ മോനും മരുമകളാണ് കേട്ടോ. അപ്പൊ അതേ ഉണ്ണിക്കുള്ള ഡ്രസ്സ് ഉണ്ണിയുടെ കയ്യിൽ കൊടുത്തു. പിന്നെ ഉണ്ണിക്ക് കേക്ക് ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ചേച്ചി കൊണ്ടുവന്ന കേക്ക് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതേ ചേച്ചി ഉണ്ണീനൊക്കെ എടുത്ത് കേക്ക് കട്ട് ചെയ്യുന്നതാണ് കാണുന്നത് കേട്ടോ. പിന്നെ എനിക്കാരും എടുത്ത് തരണ്ട, ഞാൻ ഒറ്റയ്ക്ക് കഴിച്ചോളാം എന്നുള്ളൊരു ഭാവത്തിലാണ് നന്ദു കേക്ക് കഴിക്കുന്നത്. വീണ്ടും ഫോട്ടോഷൂട്ട്. ചെക്കനാണെങ്കിൽ അലമ്പോട് അലമ്പ്. വീണ്ടും കേക്ക് വേണമെന്നാണ് ഈ കൈ ചൂണ്ടി കാണിക്കുന്നത്. പിന്നെ ചെക്കനൊന്ന് സൂക്ഷിച്ച് നോക്കിയ ഒരു പ്രത്യേക എക്സ്പ്രഷൻ കാണാൻ പറ്റൂട്ടാ. പിന്നെ നമ്മളെല്ലാവരും നിർത്തിയിട്ട് കുറച്ചുകൂടി ഫോട്ടോസൊക്കെ എടുത്തു. ചെക്കനാണെങ്കിൽ രാവിലെ തുടങ്ങിയ അലമ്പായിരുന്നു. കരച്ചിലും ബഹളൊക്കെ തന്നെ ആയിരുന്നു കേട്ടോ. പിന്നെ നമ്മളുടെ അടുത്ത പരിപാടി ഫുഡ് കഴിക്കലായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു ഇത്തിയാണ് ഉണ്ടാക്കി തന്നത്. ചിക്കൻ ബിരിയാണി ആയിരുന്നു കേട്ടോ. അങ്ങനെ ഇലയൊക്കെ ഇട്ട് ഭക്ഷണമൊക്കെ വിളമ്പിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ അതിൻ്റെ സൈഡിലിരുന്നിട്ട് അമ്മ ഉണ്ണിക്കുള്ള ഭക്ഷണമൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. സ്വസ്ഥമായിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് അവസാനത്തെ ട്രിപ്പിലാണ് ഞങ്ങളിരുന്നത്. അപ്പോൾ റിലാക്സ് ചെയ്ത് സംസാരിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്നത് കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മുടെ ഫോട്ടോഗ്രാഫർ വന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ ഫോട്ടോയ്ക്ക് പോസ് ചെയ്യണം കണ്ടിട്ടാണ് കേട്ടോ അവരെന്നെ കളിയാക്കിക്കൊണ്ടിരിക്കുന്നത്. ഫുഡൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഫുഡിനെ കുറിച്ച് നല്ല അഭിപ്രായമായിരുന്നു. നമ്മുടെ പരിപാടിയും നല്ല രീതിയിൽ ഉഷാറായി. നന്ദുവിൻ്റെ അച്ഛൻ നാട്ടിലില്ല, ദുബായിലാണ് വർക്ക് ചെയ്യണത്. അപ്പോൾ ഈ ഒരു പരിപാടിക്ക് ആളുടെ ഒരു കുറവ് നല്ല രീതിയിൽ നമുക്ക് തോന്നിയിരുന്നു. പിന്നെ ഓരോരോ സാഹചര്യങ്ങളിലാണല്ലോ ഓരോ മനുഷ്യനെ പ്രവാസിയാക്കുന്നത്. ഇനി അടുത്ത വർഷത്തെ പിറന്നാൾ ആഘോഷിക്കാൻ അവൻ്റെ കൂടെ അവൻ്റെ അച്ഛനുണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഈ ഒരു ജന്മത്തിൽ ഞങ്ങളുടെ നന്ദുട്ടനെ തന്നതിന് ദൈവത്തോട് നന്ദി പറയാണ്. അങ്ങനെ പരിപാടികളൊക്കെ കഴിഞ്ഞാൽ എല്ലാവരും തിരിച്ചു പോയിട്ടാ. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.